ഉദയപൂർ ഫയൽസ് എന്ന സിനിമയ്ക്ക് സ്റ്റേ വാങ്ങിക്കൊടുക്കാൻ ജമാഅത്തെ ഉലമയ്ക്ക് വേണ്ടി കപിൽ സിബൽ ഉയർത്തിയ വാദങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഉദയപൂരിലെ ഒരു സാധാരണ തയ്യക്കാരനായ കനയ്യലാൽ കുമാറിനെ പട്ടാപ്പകലാണ് വാളുപയോഗിച്ച് കഴുത്തു മുറിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൊല്ലപ്പെടുത്തിയെന്നത് സത്യം തന്നെയാണ്. കനയ്യലാലിന്റെ ചോര ഉദയപൂരിലെ റോഡിൽ വീണു എന്നതും സത്യം തന്നെ. പക്ഷേ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഉദയപൂർ ഫയൽസ് എന്ന സിനിമ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗ്യാൻവാബി മോസ്ക് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്ന വാദം തെളിയിക്കുന്ന വിധം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന കിടക്കിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന സംഭവത്തെ BJP നേതാവ് നൂപുർ ശർമ്മ നടത്തിയ പരാമർശം നബിയെ അധിക്ഷേപിച്ചുവെന്നും മതനിന്ദയാണെന്നും ആരോപണം ഉയർന്നിരുന്നു. നൂപുർ ശർമ്മയെ പിന്തുണച്ച സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് അന്ന് കനയ്യലാൽ കുമാറിനെ പട്ടാപ്പകൽ 2 മുസ്ലിം യുവാക്കൾ കഴുത്തറുത്തു കൊന്നത്. കനയ്യലാലിന്റെ അയൽവാസിയായ നസീമാണ് കനയ്യലാലിന്റെ ഫോട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത്. ജമാഅത്തെ ഉലമയ്ക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ഉദയപൂർ ഫയൽസ് എന്ന സിനിമയ്ക്ക് സ്റ്റേ നൽകിയത്. സിനിമറ്റോഗ്രാഫ് ആക്ടിലെ 6 വകുപ്പ് പ്രകാരം സിനിമയുടെ നിർമ്മാതാക്കളോട് നിശ്ചയ ഒഴിവാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി. കേന്ദ്ര സർക്കാർ സിനിമയുടെ ഉള്ളടക്കം പരിശോധിച്ച് അനുമതി നൽകും വരെ ഉദയപൂർ ഫയൽസ് എന്ന സിനിമ തിയേറ്ററിലെത്തില്ല. ഡൽഹി ഹൈക്കോടതിയിൽ സിനിമയുടെ ട്രെയിലർ കാണിച്ചിരുന്നു. അതിനുശേഷമാണ് വാദങ്ങൾ ആരംഭിച്ചത്. ഈ സിനിമ കണ്ടപ്പോൾ അമ്പരന്നു എന്നായിരുന്നു സിനിമയ്ക്കെതിരെ ഹർജി നൽകിയ ജമാഅത്തെ ഉലമയ്ക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഉയർത്തിയ ഒരു വാദം. സിനിമയിൽ കണ്ടത് ഭയാനകമാണെന്നും കപിൽ സിബൽ വാദിച്ചു. ഈ സിനിമ ഒരേ ഒരു സമുദായത്തെ ലക്ഷ്യം വെക്കുകയാണെന്നും ഒരു സമുദായത്തെ മാത്രം അധിക്ഷേപിക്കുകയാണെന്നും കപിൽ സിബൽ വാദിച്ചിരുന്നു. ഇത് കലയല്ല, സിനിമാറ്റിക്കായ നശീകരണ വാസനയാണ് ഇതിൽ കാണാൻ കഴിഞ്ഞതെന്നായിരുന്നു കപിൽ സിബലിന്റെ മറ്റൊരു വാദം. സിനിമയിൽ വിദ്വേഷ പരാമർശങ്ങളാണ് ഉടമീളമെന്നും കപിൽ സിബൽ ആരോപിക്കുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ രോഗമായി ന്യൂനപക്ഷ സമുദായത്തെ ചിത്രീകരിക്കുന്ന സിനിമയാണ്. ആ സമുദായത്തോടെ നഗ്നമായ വെറുപ്പല്ലാതെ യാതൊന്നുമില്ല. മുസ്ലിം സമുദായത്തെ രാക്ഷസീയമായി ചിത്രീകരിക്കുന്നു. അങ്ങേയറ്റം പ്രകോപനപരമായ സ്വഭാവം സിനിമയ്ക്കുണ്ട്. കപിൽ സിബൽ വാദിച്ചത് ഇതൊക്കെയാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗം കൂടിയാണ് കപിൽ സിബൽ. ഉദയപൂരിൽ സാധാരണ തയ്യക്കാരനായ കനയ്യലാൽ കുമാറിനെ പട്ടാപ്പകലാണ് 2 ഇസ്ലാമിക തീവ്രവാദികൾ വാളുപയോഗിച്ച് കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയതെന്നത് സത്യമാണ്. കനയ്യലാലിന്റെ ചോര ഉദയപൂരിലെ റോഡിൽ വീണു എന്നത് സത്യം. വികൃതമായ സത്യത്തെ സിനിമയാക്കി ചിത്രീകരിച്ചാൽ മാത്രം അതൊരു സമുദായത്തോടുള്ള നഗ്നമായ വെറുപ്പ് ഒരു സമുദായത്തെ ലക്ഷ്യം വെക്കുന്നതുമാകുന്നത് എങ്ങനെയെന്ന് ചില വിമർശകരും ചോദ്യമുയർത്തുന്നു. നേരത്തെ സെൻസർ ബോർഡ് 55 കട്ടുകൾക്ക് ശേഷം റിലീസിനായി അനുമതി നൽകിയ സിനിമയാണിത്. ദിയോബന്ദ്, ഗ്യാൻവാബി എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു പ്രധാനമായും നീക്കം ചെയ്തത്. അമിത് ജാനിയാണ് നിർമ്മാതാവ്. 2000 തിയേറ്ററുകളിൽ ജൂലൈ 11 റിലീസ് ചെയ്യാനിരുന്ന നിരവധി പേർ അഡ്വാൻസായി ബുക്കിംഗ് നടത്തി കഴിഞ്ഞ സിനിമയ്ക്ക് ഇപ്പോൾ എങ്ങനെയാണ് കോടതി സ്റ്റേ നൽകിയെന്ന ചോദ്യവും ഉയരുന്നു. സത്യത്തെ കോടതി ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ BJP IT സെൽ മേധാവി അമിത് മാളവി ഉയർത്തുന്നത്. ഇസ്ലാമിക മതമൗലികവാദമാണ് ക്രൂരമായ കൊലയ്ക്ക് പിന്നിലെങ്കിൽ ഇതിനെ സിനിമയായി ചിത്രീകരിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നത് എന്തിനാണെന്നും അമിത് മാളവി ചോദിക്കുന്നു. 2022 ജൂൺ 28 പട്ടാപ്പകൽ 2 മതമൗലികവാദികളെ ചെറുപ്പക്കാർ കനയ്യലാലിനെ കൊലപ്പെടുത്തിയത്. മുഹമ്മദ് റിയാസ് അട്ടാരി, ഗോസ് മുഹമ്മദ് എന്നീ 2 വെൽഡർമാരായിരുന്നു കൊലയാളികൾ. പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായുള്ള ഭീകരവാദിയുടെ അനുയായികളാണ് ഇരുവരും. പ്രവാചകനെ നിന്ദിക്കുന്നവരുടെ തലവെട്ടുന്നതിൽ വെട്ടുവീഴ്ചയില്ലാത്തവരാണ് ഈ ഭീകര സംഘം. ഷർട്ട് കളിക്കാൻ കടക്കാർ വന്നവരെ പോലെ അഭിനയിച്ച് അളവെടുക്കുന്നതിനിടയിൽ കനയ്യലാലിനെ കടയിൽ നിന്നും വലിച്ച് പുറത്തിട്ട് കഴുത്തിറക്കുകയും ദേഹമാസകലം കുത്തിപ്പരിക്കേൽപ്പിക്കുകയും തലയിൽ വെട്ടുകയും ചെയ്താണ് കൊലപ്പെടുത്തിയത്. കനയ്യലാലിനെ ക്രൂരമായി കൊലപ്പെടുത്തുക മാത്രമല്ല, കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ പകർത്തിയ ശേഷം ഇവർ ഓൺലൈനിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്രയും ക്രൂരത ചെയ്യുന്നത് ഞെട്ടലുളവാക്കുന്നില്ല. അത് സിനിമയായി ചിത്രീകരിക്കുന്ന കാണുമ്പോൾ മാത്രമാണോ ഞെട്ടിയതെന്ന ചോദ്യവും കപിൽ സിബലിനെതിരെ ഉയരുകയാണ്. കുറ്റം ചെയ്ത മുഹമ്മദ് റിയാസ് അട്ടാരി, ഗോസ് മുഹമ്മദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഈ കേസ് NIA അന്വേഷിച്ച് 11 പേരെ കൂടി പിടികൂടി. 3 വർഷമായി വിചാരണ നടക്കുന്നുണ്ടെങ്കിലും ആരെയും ശിക്ഷിച്ചിട്ടില്ല. വാദം കേൾക്കേണ്ട ജഡ്ജി ഒഴിഞ്ഞു. പകരം കഴിഞ്ഞ ദിവസമാണ് പുതിയ ജഡ്ജിയെ നിയമിച്ചത്. വാദം കേൾക്കൽ തുടരും. കേസിൽ 3 വർഷമായി വിധി വരാത്തവരും പ്രതികളെ ശിക്ഷിക്കാത്തതിനാലും കനയ്യലാലിന്റെ ഭാര്യയും മകനും പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്.